സോ യെസ് ഗൈസ്, ഒരു കിഡ്നാപ്പിംഗ് ത്രില്ലർ, സൈക്കോളജിക്കൽ ത്രില്ലർ ആയിട്ടൊരു പടമാണ് ഞാൻ നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ കാരണം കാണാൻ ഇടയായത്. പൊന്നു മക്കളെ, ഊഫ്. ഏപെക്സ് എന്നാണ് സിനിമയുടെ പേര്. ഒരു രക്ഷയില്ല. ഐ മീൻ, 1.5 മണിക്കൂറേ ഉള്ളൂ പടം. അധികം ദീർഘിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഫ്ലാഷ് ബാക്ക് കാണിച്ചിട്ടോ വെറുപ്പിക്കുന്ന പരിപാടി ഒരു പടത്തിനില്ല. അതിനു വേണ്ടി ഒരു കയ്യടി ഈ ഒരു പ്രൊഡ്യൂസർ ഡയറക്ടറിന്. ആൻഡ് ഇതിൽ ഒരു സൈക്കാട്രി അല്ല, സൈക്കോളജിക്കൽ ഒരു ഭ്രാന്തൻ ക്യാരക്ടർ ഉണ്ട്. അഭിനയിച്ചിരിക്കുന്ന ടാരോ എന്ന് പറയുന്ന നടനാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. മൈ ഗോഡ്, പഴയ ഏതോ സിനിമയുടെ തേർഡ് ഭാഗമാണെന്ന് പോലെ ചിന്തിച്ചു പോയി. അത്രയ്ക്ക് നല്ല അടിപൊളി വില്ലൻ. ലൈക്ക് ആളുടെ ഫ്ലാഷ് ബാക്കിനെ പറ്റി കൂടുതലൊന്നും പറഞ്ഞ് ദീർഘിപ്പിച്ചിട്ട് ഇന്ന കാരണം കൊണ്ടാണ് കക്ഷി ഇങ്ങനെ ആയത്, അങ്ങനെ ഒരു വലിപ്പിക്കുന്ന പരിപാടിയേ ഇല്ല. നായികയൊക്കെ ആണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്കോട് കൂടിയിട്ടാണ് സിനിമ തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് പുള്ളിക്കാരി തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിൻ്റെ ഒരു കാരണം കാണിച്ചിട്ട് പിന്നെ അവിടെ ചെന്ന് പിന്നെ ആ ഒരു വെട്ടുകൊത്തി ഇടി കാറ്റ് മൗസ് ചേസ് നടക്കുകയാണ്. ഇന്ന 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 കപ്പലണ്ടി ഷെൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഥേനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നായിക ഒരു എന്താ പറയുക, ട്രക്കിങ് ക്ലൈംബിങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കക്ഷിയാണ്. കക്ഷിയുടെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം നോർവേയിൽ ഒരു ക്ലൈംബിങ്ങിന് ഇൻസിഡൻറ്റ് നടന്ന് അതിൽ മരണപ്പെട്ടു പോവുകയാണ്. അതിൻ്റെ ഒരു സങ്കടത്തിൽ നിൽക്കുമ്പോൾ കക്ഷി ഏകാന്തത ഇഷ്ടപ്പെട്ടുകൊണ്ട് കക്ഷിയുടെ നാടായ ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു പോകും. അവിടെ വെച്ചിട്ട് ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി പാർക്കിൽ ഒരു ക്ലൈംബിങ്ങിനോ ട്രക്കിങ്ങിനോ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകാണ് ഒരു പുള്ളിക്കാരത്തി എന്താ പറയുക, സെക്യൂർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇഷ്ടം. അതേ സമയം ഒറ്റയ്ക്ക് പോകണം, ഒറ്റയ്ക്ക് നിൽക്കണം, ഇങ്ങനെയുള്ള ക്യാമ്പിങ്ങിന് കൂടെ ആരൊന്നും വേണ്ട. അങ്ങനെ ഒരു ഏരിയക്ക് പോകുമ്പോൾ അവിടെ എന്താ പറയുക, ചെക്ക് പോസ്റ്റിൽ ഇങ്ങനെ പേര് കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു വാണിംഗ് പറയുന്നുണ്ട്. നോട്ടീസ് ബോർഡിൽ കുറേ പേരുടെ ഫോട്ടോ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് മിസ്സിങ് എന്ന് പറഞ്ഞിട്ട് കുറേ പേരുടെ ഫോട്ടോ. അപ്പം തന്നെ ക്ലൂ അടിച്ചു എന്താണ് നടക്കാൻ പോകണമെന്നുള്ളത്. പുള്ളിക്കാരത്തി രണ്ട് കൽപ്പിച്ച് അങ്ങോട്ട് ഇറങ്ങുകയാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് ക്യാമ്പിന് പോയാൽ പറ്റൂ എന്ന് പറഞ്ഞ് പോവുകയാണ്. അവിടെ വെച്ചിട്ട് ഒരു പുള്ളിക്കാരനെ പരിചയപ്പെടുന്നു. പുള്ളിക്കാരൻ നല്ല അസല് എന്താ പറയുക, ഭ്രാന്തൻ എന്ന് പറഞ്ഞാൽ അസല് ഭ്രാന്തൻ എന്ന് പറയാ. മുൻപ് കണ്ട സിനിമകളിൽ വില്ലനെ പോലെയല്ല. വില്ലൻ എന്ന് പറഞ്ഞാൽ ആപ്റ്റ് വില്ലൻ, ഒരു സാധാ മനുഷ്യൻ. ആൾക്ക് ഇങ്ങനത്തെ പ്രസംഗങ്ങളൊക്കെ ഉണ്ട് കാണിച്ചിട്ട് പിന്നെ കിഡ്നാപ്പിംഗ്, കാറ്റ് ആൻഡ് മൗസ് ചെയ്യും. ഈ കാറ്റ് ആൻഡ് മൗസ് ചെയ്ത് ഗെയിമാണ് കുറച്ചും രസം കാണാനായിട്ട്. നായികനെ പിടിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിക്കണ ഒരു രംഗമൊക്കെ ഉണ്ട്. നായികനെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ശബ്ദം ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ട്. ഗൈസ്, ഇത് വർണ്ണിക്കാൻ പറ്റാത്ത ഒരു സിനിമയായിട്ട് തോന്നുന്നത്. ലൈക്ക് അടിപൊളി. നിങ്ങൾ കണ്ടിരിക്കണം. നിങ്ങൾ ഇങ്ങനത്തെ കഥകളൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ. സിനിമയുടെ പേരാണ് ഏപെക്സ്. നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ അവസാനിക്കാറായി. എന്തെങ്കിലുമൊക്കെ കണ്ടേക്കാമെന്ന് എഴുതിയിട്ട് ഒന്ന് കണ്ട സിനിമയാണ്. അടിപൊളി സെലക്ഷൻ. ഏപെക്സ് ആണ് പേര്. അടുത്ത റിവ്യൂവിൽ കാണാം. സോ ലൈക്ക്